ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് CPASലെ BSc നഴ്സിംഗ്, BSc MLT, അതുപോലെ തന്നെ BPT ഇത്രയും കോഴ്സസിൻ്റെ കൗൺസിലിംഗ് മെമ്മോ എന്ന് വരും എന്നുള്ളതാണ് പറയുന്നത്. BPharmൻ്റെയും BSc മെഡിക്കൽ മൈക്രോബയോളജിയുടെ ഒക്കെ കൗൺസിലിംഗ് മെമ്മോ കുറേ പേർക്ക് വന്നിട്ടുണ്ട്. ഈ 3 കോഴ്സസിൻ്റെ കൗൺസിലിംഗ് മെമ്മോ എന്നാണ് വരുന്നതെന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കാം. BSc നഴ്സിംഗ്, BSc MLT, BPT ഇത്രയും കോഴ്സസിൻ്റെ കൗൺസിലിംഗ് മെമ്മോ ഏകദേശം വരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 1 വീക്ക് ഓർ 2 വീക്സ് അതിനുള്ളിൽ എന്തായാലും വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ എന്നും ചെക്ക് ചെയ്യണം. കാരണം ഈ ടൈം അവർ പറഞ്ഞെന്ന് വെച്ചാലും ഏത് സമയത്താണ് കൗൺസിൽ മെമ്മോ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മെയിൽ ID ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. CPASൽ അവർ പ്രത്യേകിച്ച് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഈ ഡേറ്റിൽ കൗൺസിൽ മെമ്മോ വരുമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മെയിൽ ID എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ടോക്കൺ ഫീസിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. കുറേ പേര് ടോക്കൺ ഫീസിനെ കുറിച്ച് പിന്നെ ഡൗട്ട് ചോദിച്ചായിരുന്നു. ജനറൽ OBC EWS കാറ്റഗറിയിലുള്ളവർ 25,000 റുപ്പീസും SC ST OEC കാറ്റഗറിയിലുള്ളവർ 1,000 റുപ്പീസുമാണ് അടയ്ക്കേണ്ടത്. ഈ ടോക്കൺ ഫീസ് നിങ്ങൾ അഡ്മിഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ ടോക്കൺ ഫീസ് അടച്ചിട്ട് ഇഷ്ടപ്പെടാത്ത കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ റീഫണ്ട് കിട്ടുമോയെന്ന്. റീഫണ്ട് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. കാരണം അവർ പറയുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും ടോക്കൺ ഫീ അടയ്ക്കണമെന്നാണ് പറയുന്നത്. ലാസ്റ്റായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഇപ്പോഴും കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, TC, CC, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, റീജിയണൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് മാർക്ക് ആയിട്ടുള്ള NCC, NSS അതുപോലെയുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി ഒരു 3-4 എണ്ണം നിങ്ങളുടെ കയ്യിൽ വേണം. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾ CPASൽ അപ്ലൈ ചെയ്തപ്പം എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലൈ ചെയ്തത് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പം കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കോപ്പീസ് എടുത്തിട്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് വെപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഈ 3 സർട്ടിഫിക്കറ്റിൻ്റെയും നിങ്ങൾ കോപ്പീസ് എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് വെപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം, നമ്മൾ കേരള ലൈറ്റ് ആണെന്നുള്ളൊരു പ്രൂഫിന് വേണ്ടി മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ തന്നോളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലും വന്ന് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് ഉള്ളത് അതൊന്ന് ചോദിക്കാം, ഞാൻ അതിനുള്ള റിപ്ലൈ തന്നോളാം. കുറേ ഡൗട്ട്സ് കമൻറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഇൻസ്റ്റയിലും കൂടെ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാമെന്ന്. എൻ്റെ ഇൻസ്റ്റ IDയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ, ബൈ.